പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ രണ്ടാം ഭാഗമാണ് ലാഭവും നഷ്ടവും ആണ് നോക്കുന്നത്. ഒരു പുസ്തകം 96 രൂപയ്ക്ക് വിറ്റപ്പോൾ കച്ചവടക്കാരന് 20% ലാഭമുണ്ടായി. ഇത് 50% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും? ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ബുക്കിലുള്ളതുപോലെ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. വാങ്ങിയ വില എക്സ് എന്ന് കൊടുക്കാം. കാരണം ഒരു പുസ്തകം 96 രൂപയ്ക്ക് വിറ്റപ്പോൾ കച്ചവടക്കാരന് 20% ലാഭം കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ വാങ്ങിയ വില എന്താണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് വാങ്ങിയ വില എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ. എക്സ് ഇൻറ്റു 120/100 സമം 96. എക്സ് സമം 96 ഇൻറ്റു 100/120. 120 എന്താ? 20% ലാഭം ആണല്ലോ പറയുന്നത്, ലാഭം ഉണ്ടായിന്ന്. അതുകൊണ്ടാണ് 120 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ 80% എന്ന് കിട്ടി. വാങ്ങിയ വില 80. 50% ലാഭം കിട്ടാൻ എന്ത് ചെയ്യണം? 50% ലാഭം കിട്ടണമെങ്കിൽ 100ൻ്റെ കൂടെ നമ്മൾ 50 കൂടി ചേർത്ത് 150% നോക്കണം അല്ലേ? അപ്പോൾ 100 + 50. 50% ലാഭം കിട്ടാൻ 80 ഇൻറ്റു 150/100. 100 + 50 ആണ് 150 കൊടുത്തിരിക്കുന്നത്. 150/100 സമം 120. 120 രൂപ എന്ന് കിട്ടി. എങ്ങനെയെന്ന് ഒന്നും കൂടി ഇൻറ്റു ചെയ്തതൊക്കെ കാണിച്ചു തരാം. എക്സ് ഇൻറ്റു 120/100 സമം 96. അതെല്ലാവർക്കും അറിയാലോ. 20% ലാഭം ഉണ്ടായതാണ് 96 എന്ന് പറയുന്നത്. എക്സ് സമം 96 ഇൻറ്റു 100/120 സമം 80. ഈ 80 എങ്ങനെ കിട്ടി നോക്കാം. 2 0യും കട്ട് ചെയ്തു. 12 96ൽ 8 തവണ പോകും. 8 ഇൻറ്റു 10 ആണ് 80. മനസ്സിലായല്ലോ. ഇനി 80 ഇൻറ്റു 150/100 നോക്കാം. അതായത് ഇനി നമ്മൾ ഇതിൽ നിന്ന് ഈ 0യും കട്ട് ചെയ്യാം. 10 ഈ 0യും കട്ട് ചെയ്തു. ഇനി 8 ഇൻറ്റു 15 ആണ് 120 എന്ന് കിട്ടുന്നത്. മനസ്സിലായല്ലോ. 120 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഒന്നും കൂടി കാണിച്ചു തരാം. 15 ഇൻറ്റു 8 ചെയ്തതാണ് 120 എന്ന് കിട്ടിയത്. 5 ഇൻറ്റു 8 40. 0 ശിഷ്ടം 4. 1 8 8. 8ഉം 4ഉം 12. അങ്ങനെയാണ് 120 എന്ന് കിട്ടിയത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു പേന 210 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടം ഉണ്ടായി. ഇതിന് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റാലാണ് നമുക്ക് 20% ലാഭം കിട്ടുന്നത് എന്ന് നോക്കണം. അപ്പോൾ വാങ്ങിയ വില എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഇൻറ്റു 70/100 സമം 210 എന്ന് കിട്ടി. എക്സ് സമം 210 ഇൻറ്റു 100/70 സമം 300. വാങ്ങിയ വില 300 എന്ന് കിട്ടി. ഇനി 20% ലാഭം കിട്ടാൻ എന്ത് ചെയ്യണം? 300 ഇൻറ്റു 120/100 എന്ന് ചെയ്യാം. അപ്പോൾ 360 രൂപ എന്ന് കിട്ടും. ഇത് ഇൻറ്റു ചെയ്തതൊക്കെ ഒന്നും കൂടി കാണിച്ചു തരാം. എക്സ് ഇൻറ്റു 70/100 സമം 210. 70 എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാലോ. 30% മൈനസ് ചെയ്തതാണ് 70. ഇനി എക്സ് സമം 210 ഇൻറ്റു 100/70 സമം 300. അതായത് ഈ 0യും കട്ട് ചെയ്തു. 7 21ൽ 3 തവണ പോകും. 3 ഇൻറ്റു 100 ആണ് 300. മനസ്സിലായല്ലോ. ഇനി 20% കൂടി നോക്കണം. 300 ഇൻറ്റു 120. 100ൻ്റെ കൂടെ 20% കൂടി കൂട്ടിയതാണ് 120. ഇനി ഈ 2 0യും ക്യാൻസൽ ചെയ്തു. പിന്നെ വരുന്നത് 120. 120 ഇൻറ്റു 3 ആണ് 360 എന്ന് കിട്ടിയത്. മനസ്സിലായല്ലോ. അറിയാത്തവർക്ക് ഒന്നുകൂടെ
കാണിച്ചു തരാം. 3 × 120 360 കിട്ടിയത്. 120 × 3 3 0. ഇനി 3 × 2 6 ഒരു 3 3. അങ്ങനെയാണ് 360 കിട്ടിയത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പേന 12% ലാഭത്തിന് വിറ്റു. ഇത് 20% ലാഭത്തിനാണ് വിറ്റിരുന്നതെങ്കിൽ കച്ചവടക്കാരന് 96 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു എങ്കിൽ പേനയുടെ യഥാർത്ഥ വില എത്ര? ഇത് ഒരുപാട് ചെയ്യാനൊന്നുമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. വിറ്റ വിലകൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം നോക്കാം. 20% മൈനസ് 12% സമം 8% എന്ന് കിട്ടി. വാങ്ങിയ വില 96/8 എന്ന് എഴുതാം. ഇൻറ്റു 100 സമം 1200. 8 96 എത്ര തവണ പോകും? 12 തവണ. 12 × 100 ആണ് 1200. ഇത് വളരെ ഈസിയാണ്, അതുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു.